അപ്പോൾ ഇന്നലെ ഞാൻ പോയത് ഈ റൂട്ടിലായിട്ടോ, നമ്മൾ നണിച്ചേരി പാലം വഴിയാണ് ഞാൻ പോയത്. അപ്പോൾ ഇന്ന് ആ റൂട്ട് പോകുന്നില്ല, ഇന്ന് നേരെ പറശ്ശിനിക്കട വഴിയാണ് ഇന്നത്തെ പോക്ക്. ഇന്ന് മയിലേക്ക് പോകണം, അതിനിടയ്ക്കൊന്ന് കൊളച്ചേരി ഒന്ന് പോകണം. കൊളച്ചേരി പോയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് ആടുന്ന് മയിലേക്ക് പോകണം, ആടുന്ന് അഞ്ചരക്കണ്ടി പോകണം. ആ റൂട്ടാണ് ഇന്ന്. നമുക്ക് ഓരോ ദിവസം ഓരോരോ സ്ഥലത്താണ് ഡ്യൂട്ടി, അതാണ് അങ്ങനെ പോന്നിട്ടാണ്. പിന്നെ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് പോയില്ല, ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഓരോരോ ഭാഗത്തേക്കളേക്കും ഓരോ ഡ്യൂട്ടി, അതുകൊണ്ടാണ് അങ്ങനെ ഓരോ ഭാഗം ഞാൻ കാണിച്ച് തന്നിട്ടാണ്. അല്ലാതെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരുന്നത് മാത്രം. അപ്പോൾ ഇന്നലെ പോയത് നണിച്ചേരി വഴി, അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് പറശ്ശിനിക്കട വഴി. പറശ്ശിനിക്കട പാലം കടന്ന് വേറൊരു ചെറിയൊരു പാലമുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. നല്ല രസമുള്ള പാലമാണ്. അവിടെ നമ്മൾ 2 വീലർ മാത്രമേ പോവുള്ളൂ, അല്ലെ വേറെ ഓട്ടോറിക്ഷയോ കാർ അങ്ങനത്തെ പോകാത്ത. അതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, വണ്ടിക്ക് റെസ്റ്റ് ഇല്ല, വണ്ടി എപ്പോഴും ഓട്ടത്തിലാണ്. ആ കിട്ടുന്ന ഒരു ഞായറാഴ്ച അപ്പോൾ ഒന്നങ്ങ് വീഡിയോ എടുക്കാൻ അതായിട്ട് പോകും. അപ്പോൾ വണ്ടിക്ക് റെസ്റ്റ് വേണ്ടേ. ഒരു മാസത്തിൽ 2 വട്ടം ഓയിൽ ചേഞ്ച് ആണ്. ആരെങ്കിലും വണ്ടി ഉണ്ട് അങ്ങനെ? ഒരു മാസത്തിൽ 2 വട്ടം ഓയിൽ ചേഞ്ച് ആക്കണം. എന്ന് വെച്ചാൽ വണ്ടിക്ക് റെസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഓയിൽ കിട്ടൂ. വണ്ടി 24 മണിക്കൂറും റണ്ണിങ്ങിൽ തന്നെയല്ലേ. രാവിലെ 7 മണിക്ക് തുടങ്ങി രാത്രി 8-9 മണി വരെ റണ്ണിങ്ങിൽ തന്നെ. അതാണ് എൻ്റെ വണ്ടിയുടെ പ്രശ്നം. അപ്പോൾ ഓയിൽ വല്ലാതെ കത്തുന്നുണ്ട്, ഓയിൽ ചേഞ്ച് ആക്കണം. ഒരു മാസത്തിൽ 2 വട്ടം ഓയിൽ ചേഞ്ച് ആക്കും. നായുണ്ട് എൻ്റെ മോനെ, പഠിച്ച് കലക്കിയാണ്. ഇങ്ങനെ ഈ ടിപ്പർ പോകുന്നുണ്ട്, കല്ലുംവണ്ടി പോകുന്നത് ധർമ്മശാലയിൽ നിന്ന് വരുന്ന റോഡാട്ടാണ്. ഇവിടെ നമ്മളെ വിസ്മയ പാർക്ക്. രാവിലെ തന്നെ ടൂർ വന്നിട്ടുണ്ടോ? വിസ്മയ പാർക്ക്. നായ്ക്കളെ കൊണ്ട് കളി തന്നെടാ, ഇത്രയും 3 എണ്ണം. പറശ്ശിനിക്കടവ് ഭാരത് പെട്രോൾ കേട്ടോ. 2 എണ്ണം എങ്ങനെ വരുന്ന നായ്ക്കൾ എന്ന് പറഞ്ഞാൽ അത്രയും നായ്ക്കളാണ്. നമ്മളെ പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ് ആട്ടോ ഇത്. ഇതാണ് പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ്. ചെറിയ സ്റ്റാൻഡാണ്, നല്ല ആളുണ്ടല്ലോ അമ്പലത്തിൽ. നമുക്ക് നേരെ പോയാൽ അമ്പലത്തേക്ക് എത്തും. ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നില്ല, നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്, മയിലേക്ക്. നമുക്ക് ഇവിടെ വണ്ടിയും വെച്ചിട്ട് നമുക്ക് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകട്ടെ അമ്പലത്തിലേക്ക്. അമ്പലങ്ങൾ കാണുന്നുണ്ടോ താഴെ?
എന്താ നായ്ക്കൾ വേറെ 3 വേറെ വരുന്നു. എവിടെ നോക്കിയാലും ഇത് തന്നെ. നമ്മളെ പ്രശ്നക്കട പാലെത്തിയിട്ടാണ്. നല്ല തണുപ്പിൽ സ്ഥലം. നമ്മളെ പ്രശ്നക്കട പാലത്തിൻ്റെ മുകളിൽ കയറി ആണ് അമ്പലം. ഞാൻ പറഞ്ഞ പാലം കുറച്ചപ്പുറം കണ്ടാകും. അത് മറ്റേ കൊളച്ചേരി പോകുന്ന റോട്ടിലാണ്. ഞാൻ കാണിച്ചു തരാം. ചേച്ചി വീഡിയോ എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരു നായത് ഇവിടെ നായ്ക്കളോ നായ്ക്കള്. ഹായ്, ഈ റൂട്ടിലാണ് പോകണ്ടിട്ടാ. ഞാൻ പറഞ്ഞ പാലം കാണണമെങ്കിൽ വമ്പ് വമ്പ് വമ്പ്. റോഡ് ഇവിടുന്ന് അങ്ങോട്ട് വീതിയുണ്ട്. പക്ഷേ ആ പാലത്തിൽ നമ്മളെ 2 വീലർ മാത്രമേ പോട്ടാ. ഞാൻ കാണണ്ടോ ഇതാ, വേറെ ഒന്നും പോകാൻ കഴിയില്ല. അങ്ങനെ പതുക്കെ കയറുക. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ്. എൻ്റെ യൂട്യൂബിലുണ്ടല്ലോ. ആ സ്ഥലത്തിൻ്റെ പേരെന്തോ അടിച്ചനെയാണ്. അങ്ങനെയുണ്ട് പാലം. ആരല്ലോ ഇൻസ്റ്റയിലിട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ആരല്ലോ ഈ പാലത്തിനെ പറ്റി ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ടൈമില്ല. അങ്ങനെ നിന്നിട്ടൊന്ന് കാണിച്ചതെന്ന് വെച്ചാലേ ഒരു ചെറിയൊരു കുളമുണ്ട്. ഇതിലേ അങ്ങ് പോയാൽ നമുക്ക് അപ്പുറത്തും നമ്മളെ പേർഷനിക്കടവ് മെയിൻ റോഡിലെത്തും. കണ്ണാടിപ്പറമ്പ് റോട്ടിലെത്തും കേട്ടോ. കാറും കൊണ്ടൊന്നും വരാൻ പറ്റില്ല. ബൈക്ക് 2 വീലർ അങ്ങനത്തെ എല്ലായിടത്ത് വരാൻ പറ്റും. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യട്ടോ. എന്നുവെച്ചാൽ എനിക്ക് അധികം ടൈമില്ല. ഇപ്പം 8:20 ഒരാളുടെ വീട്ടിലെത്തണം. അപ്പോൾ ഇവിടെ സ്റ്റോപ്പാക്കി നമ്മളെ ക്യാമറയിൽ കഴിച്ചു നോക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ വരും കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.